നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളെ ഗാർഹിക വിസയിൽ കൊണ്ടുവന്ന് വൻ തുകയ്ക്ക് വിൽക്കുന്ന സംഘങ്ങൾ സജീവമാകുന്ന വാർത്തകൾ ഇതിനോടകം തന്നെ കുവൈറ്റിൽ നിന്നും പുറത്തു വന്നതാണ്. അത്തരം സാഹചര്യത്തിൽ കുവൈറ്റിൽ ഈ വർഷം സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ 5000 ഇന്ത്യക്കാരെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയവും വാർത്ത പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിന്റെ സ്ഥിതിവിവര കണക്കുകളാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ആകെ 18000 പേരെയാണ് വിവിധ കാരണങ്ങളാൽ ഈ കാലയളവിൽ നാടുകടത്തിയത്. ഇവരിൽ 6000 പേർ സ്ത്രീകളെന്നാണ് ലഭിക്കുന്ന വിവരം. താമസ കുടിയേറ്റ നിയമലംഘനങ്ങൾ, പകർച്ചവ്യാധികൾ, ക്രിമിനൽ കേസുകൾ, ഗതാഗത നിയമലംഘനങ്ങൾ, മറ്റു കേസുകൾ എന്നീ കാരണങ്ങളിലാണ് ഭൂരിഭാഗം പേരെയും പുറത്താക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ നാടുകടത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ മുന്നിൽ ഇന്ത്യക്കാരാണ് എന്ന വാർത്തയും പ്രവാസികളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു. 2500 ബംഗ്ലാദേശികളും 2200 ഈജിപ്തുകാരുമാണ് 2ഉം 3ഉം സ്ഥാനത്തിൽ ഇന്ത്യക്ക് പിന്നിൽ തന്നെയുള്ളത്. 2200 നേപ്പാളികളെയും 1700 എത്യോപ്യക്കാരെയും 1400 സിറിയക്കാരെയും 1200 ഫിലിപ്പീനുകളെയും നാടുകടത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ 50 പുരുഷന്മാരും 8 സ്ത്രീകളുമാണ് നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നത് തന്നെ. നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ എത്തുന്നവരെ 3 ദിവസത്തിനകം നാട്ടിലേക്ക് അയക്കാനുള്ള സൗകര്യം നിലവിൽ ഉണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുകയുമുണ്ടായി. എന്നാൽ ഇത്തരം നാടുകടത്തൽപ്പെടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളെ ഗാർഹിക വിസയിൽ കൊണ്ടുവന്ന് വൻ തുകയ്ക്ക് വിൽക്കുന്ന സംഘങ്ങളും സജീവമാകുകയാണ്. ഇതിനെതിരെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് കുവൈറ്റ്. മനുഷ്യക്കടത്ത് തടയുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് പ്രത്യേക നടപടികൾ കൈക്കൊണ്ടതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇത്തരം നാടുകടത്തലിലേക്ക് കുവൈറ്റ് എത്തിപ്പെട്ടത് തന്നെ. ഹാസ്മേഡ് ഓഫീസുകൾ, ഏജന്റുമാർ എന്നിവ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിയതായാണ് വിവരം. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മനുഷ്യക്കടത്ത് സംഘത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരെയാണ് ഇവർ ഇരകളാക്കുന്നത്. ഗാർഹിക ജോലിക്കാരെ സ്പോൺസറുടെ അടുക്കൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുകയും ഇങ്ങനെ എത്തുന്നവരെ ഒളിവിൽ പാർപ്പിച്ച ശേഷം വിൽപ്പന നടത്തുകയുമാണ് സംഘങ്ങളുടെ രീതിയെന്നും മന്ത്രാലയത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് 150 പേരെ പിടികൂടി നാടുകടത്തിയതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഇതിലൂടെയാണ് 5000 ഇന്ത്യക്കാരെന്ന നിലയിലേക്ക് ഉയർന്നത്. അതേസമയം ഗാർഹിക ജോലിക്കാരെ വിൽപ്പന നടത്തിയ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് എന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.